ഇന്നൊരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. പാലക് പനീറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ പനീർ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ കഴുകി വൃത്തിയാക്കിയ പാലക്ക് 2 പിടി, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു അല്ലി വെളുത്തുള്ളി, ഉപ്പ് പാകത്തിന്, ഇതിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, ഒരു നുള്ള് ജീരകം, സാദാ ജീരകമാണ്, പെരിഞ്ജീരകവും യൂസ് ചെയ്യാം, ഒരു ചെറിയ കഷ്ണം ഉള്ളി, സവാള നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് കസൂരി മേത്തിയാണ്, ഒരു ടീസ്പൂൺ. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. ഇത് വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, 1 ടീസ്പൂൺ. കാശ്മീരി ചില്ലി 2 ടീസ്പൂൺ. സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ചാട്ട് മസാല 1 നുള്ളു മാത്രം യൂസ് ചെയ്താൽ മതി, നിർബന്ധമില്ല. പനീർ ഞാനൊരു നുള്ളു മുളക് പൊടിയും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും ചേർത്തൊന്ന് പുരട്ടി വെക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഒരു സ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ചൂടായ പാനിൽ. എന്നിട്ട് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം, പനീർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മാക്സിമം 5 മിനിറ്റ്സ് മതി. ഇതുപോലെ ഡീപ്പ് ഫ്രൈ ആവണമെന്നില്ല, ഇതിലും കുറച്ചായാലും മതി. ഇനി ഞാനൊരു ചെരുവത്തിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. സൈഡിലായിട്ട് ഒരു വലിയ പാത്രത്തിൽ തണുത്ത വെള്ളവും വെച്ചിട്ടുണ്ട്. ഈ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മുടെ പാലക്ക് എടുത്ത് അതിലേക്ക് മുക്കിയിടുക. മുക്കിയ ഉടനെ തന്നെ നമ്മൾ അത് കോരിയെടുത്ത് പച്ചവെള്ളത്തിലേക്ക് ഇടുക. ഒട്ടും കൂടുതൽ നേരം കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. പച്ചവെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് ഒരു 2-3 സെക്കൻഡ്സിന് ശേഷം അതെടുത്തിട്ട് ഒരു മിക്സിയുടെ ബൗളിലേക്ക് മാറ്റുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഒരു 3 മിനിറ്റ് നേരം മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. പിന്നെ ആദ്യത്തെ പാൻ തന്നെ ചൂടാക്കി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസും 1 ബൈ 1 ആയിട്ട് ഇടുക. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഇട്ടാൽ മതി, കാരണം പെട്ടെന്ന് അല്ലെങ്കിൽ ഇളക്കാൻ പറ്റുന്നതിന് മുമ്പ് ചിലപ്പോൾ പൊടികൾ കരിഞ്ഞു പോകും. അപ്പോൾ സവാള ഇട്ട് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് ഓരോരോ പൊടികളായിട്ട് മസാലയായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി ഒന്ന് വഴറ്റിയെടുക്കുക, ഒരല്പം മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പാലക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കാൻ വെച്ച വെള്ളം തന്നെയാണ്, ആ തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം അതിൽ അല്പസ്വല്പം ഗുണങ്ങളും ഉണ്ടാകും, അല്പം ചാറും ഉണ്ടാവും അതിനകത്ത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി തിളച്ച് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പനീർ എടുത്തിട്ട് അതിലേക്ക് ഇടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. കംപ്ലീറ്റ് സ്പ്രെഡ് ആവത്തക്ക രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് ഒന്ന് അടച്ച് കുക്ക് ചെയ്യാം. 2 മിനിറ്റ്സിന് ശേഷം നോക്കുമ്പോൾ ഇതാണ് പരുവം, ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ ടേസ്റ്റിയാണ്, ചപ്പാത്തിക്ക് നല്ലൊരു കറിയാണ്.